ഇത്രയും റൈസ് ചെയ്ത് കിട്ടും കേട്ടോ. ഹാൻഡിൽ നമ്മൾ അപ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 വെയിറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഇത്രയും ചിലവ് വന്ന. ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പം അടുത്ത പണി. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മോട്ടോ ഗായ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കണ്ടവരറിയാം, നമ്മളൊരു ബോൾട്ടിന് വേണ്ടി ഇനി തപ്പാൻ ഒരു കടയില്ല. ഒരു ഏരിയ ഫുള്ള് കംപ്ലീറ്റ് ഹാർഡ്വെയർസ് കട, എല്ലാ കടയിലും കയറി തപ്പിയട്ടോ. പക്ഷേ ആ നീളമുള്ള ബോൾട്ട് കിട്ടിയില്ല. അപ്പം എന്തായാലും അന്ന് ആ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഹാൻഡിലൊന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ വെയിറ്റ് 4 എണ്ണമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നോർമലി എല്ലാവരും 2 എണ്ണം ഇടുന്ന, ഓരോ സൈഡിൽ ഇടാം. ഞാൻ 2 എണ്ണം വീതം ഇടുന്നത്. കാരണം വെച്ചാൽ എനിക്ക് നല്ല ഹൈറ്റ് വേണം. ഒരു കംഫർട്ട് ഓടിച്ചിട്ട് കുറച്ചുകൂടി താന്നിരുന്ന് ഓടിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ലൊരു ഹൈറ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ ഒരു 2 ഇതെടുത്താൽ ഹാൻഡിൽ വെയിറ്റ് എടുത്താൽ ഒരെണ്ണം 100 രൂപ വെച്ചാണ് കേട്ടോ. അപ്പം ഹാൻഡിൽ വെയിറ്റിന് മാത്രം ഇപ്പം 400 രൂപ ചിലവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ചോദിക്കും നിങ്ങൾ അവഞ്ചറിൻ്റെ ഹോൾഡർ വെച്ചാൽ പോരും. അവഞ്ചറിൻ്റെ വെച്ചാൽ പിന്നെ ഭയങ്കര ഹൈറ്റ് ആവും കേട്ടോ, നല്ല ഹൈറ്റ് ആവും. അത് വേണ്ടത് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇത് ചെയ്താൽ. അപ്പോൾ എന്തായാലും നമുക്ക് ലെയ്ത്തിലോട്ട് പോവുകയാണ്. ഞാൻ ബോൾട്ടും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് എന്തായാലും പെട്രോൾ അടിക്കണം. 150 ആ എവിടെ പോണ്ടാ. ഓക്കെ, ആ പരിപാടി കഴിഞ്ഞ് ഇനിയാണ് മെയിൻ പരിപാടി. അപ്പോൾ ചെയ്ത് കിട്ടുമെന്തോ, ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ സെറ്റ് ചെയ്തിട്ടെങ്കിൽ പോകാമായിരുന്നു കേട്ടോ. നോക്കാം, എല്ലാം കൊടുത്തിട്ട് പോകാം കേട്ടോ. കൊടുത്തിട്ട് പിന്നെ അങ്ങ് വന്ന് മേടിക്കാം, ടൈം മേടിക്കുകയാണെങ്കിൽ. പിന്നെ ഞാൻ പറഞ്ഞുതരാം, ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ഹോൾഡർ എന്ന് പറയുമ്പം ഡിസ്കൗണ്ടാണ് കേട്ടോ. ഡിസ്കൗണ്ട് ഹോൾഡറാണ് യൂസ് ചെയ്തേക്കുന്നത്. കാണാൻ വലിയ മെനയില്ലെങ്കിൽ കൊള്ളാം. ഇതൊക്കെ ഞാൻ പണ്ട് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഇപ്പോഴാണ് ഈ ഡൊമിനാൻ്റെ ഇതൊക്കെ വെച്ച് എല്ലാവരും സെറ്റ് ചെയ്ത് തുടങ്ങിയ. അതൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരുപാടായി. അതുകൊണ്ട് പിന്നെ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോ. ദൈവമേ, തുറന്നില്ല. ഓക്കെ ചേട്ടാ, അത് ഹോളിടാനായിട്ട് ഈ ബോൾട്ടേ ഇതിനകത്തൂടെ ഇറങ്ങുന്ന രീതിക്ക് ഹോളിടണം. ഇതിലും അത് കണക്കിന്. പിന്നെ ഇതിൻ്റെ ഇത് കണ്ടോ, ഈ ഒരു സൈഡ് ഭാഗം ഈ ഒരു വാഷറൊന്ന് കട്ട് ചെയ്ത് വേണം. ഇത് കണക്കാക്കണം. ഇതിനകത്ത് ഇറങ്ങിയിരിക്കുന്ന കണക്ക് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി. അപ്പോൾ സാധനം ഉച്ചയ്ക്ക് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, അവിടെ വേറെ പണിയാണ്, ഇല്ലെങ്കിൽ വെക്കുന്ന കിട്ടിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഉച്ചയ്ക്ക് വരാം, കഴിയുമ്പോൾ വിളിക്കാമെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഉച്ചവരെ നിന്ന് പോസ്റ്റ് അടിക്കണ്ട. സാധനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഐറ്റം. എന്താണ്ടേ ഇതുണ്ടോ, മുമ്പ് ഇതിനകത്തൂടെ കയറി പോകത്തില്ലായിരുന്നു കേട്ടോ. ഇപ്പം കാണിച്ചു തരാം. എല്ലാം കൂടെ കയ്യിൽ നിന്ന് പോകുമല്ലോ. കണ്ടോ, ഇത്രയും റൈസ് ചെയ്ത് കിട്ടും കേട്ടോ നമുക്ക്. നമ്മൾ ഹോൾഡറിലൂടെ വരാൻ നേരത്ത് അത്യാവശ്യം നല്ലൊരു പൊക്കം കിട്ടും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ വർക്ക്ഷോപ്പിൽ പോവാം. ഗൈസ് പൊളിക്കുകയാണ്. ഗൈസ്, അപ്പോൾ ഇത് ഹോൾഡർ വന്നിട്ട് സുസുക്കി ഷോഗൻ്റെ ഹോൾഡറാണ് കേട്ടോ. അതാ 2 വെയിറ്റ് ഇട്ടിട്ടുണ്ട്, ഹാൻഡിൽ വെയിറ്റ്, പിന്നെ ഒരു ബുഷ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതെൻ്റെ കിടന്ന ഒരു റബ്ബർ ബുഷും പിന്നെ ഒരു മെറ്റൽ ബുഷ് കൂടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ചെയ്യുന്ന കാണിച്ചു തരാം. അപ്പർ പ്ലേറ്റോടെ
ഗൈസ്, അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ വയ്ക്കാൻ പോണ ഹാൻഡിൽ. FC ഹാൻഡിലാണ് കേട്ടോ. ഇതാകുമ്പോൾ വലിയ റേറ്റും ഇല്ല, 300 സംതിങ് ആണ്ടേ ഉള്ളൂ കേട്ടോ. 200 സംതിങ്, 300 രൂപയ്ക്ക് അകത്തേ വരുന്നുള്ളൂ. കുഴപ്പമില്ല, നല്ല ഹൈറ്റും ഉണ്ട്, വൈഡായിട്ട് ഇരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടിയിലോട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ നമ്മളത് ഹാൻഡിൽ നമ്മൾ അപ്പർ പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടല്ലേ, എത്ര ഹൈറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യമല്ല, ഒരു ബാർ ഇടുമ്പോൾ ഇത്രയും ഹൈറ്റ് കിട്ടത്തില്ല കേട്ടോ. നല്ല ഹൈറ്റ് കണ്ടുകൊണ്ടാണ് 2 ബാർ ഇട്ടത്. അപ്പോൾ നിങ്ങളൊരു കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്ക് ഈ ബോൾട്ട് കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇതങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിന് നേരെ ഇത് ഹോൾ അടിക്കണം കേട്ടോ. ഇവിടെ ഒരു ഹോളും കാര്യങ്ങളും അടിക്കണം. നമ്മൾ സ്വിച്ച് വരുന്നത് ഇത് സ്യൂട്ട് ആവത്തില്ല. അപ്പോൾ എന്തായാലും അതുകൂടെ അടിച്ചിട്ട് നേരെ വണ്ടിയിലോട്ട് എടുത്ത് സെറ്റ് ചെയ്യണം കേട്ടോ. ഈ വണ്ടി തകർന്ന് ടയറൊക്കെ കണ്ട, വീക്ക് ടയറൊക്കെ. ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് വന്നപ്പം അടുത്ത പണി ഇവിടുത്തെ ഒരു ബെയറിങ് പോയിട്ട് അതാണ്ട് ഈ ഒരു സാധനം കണ്ട. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇതിലൊരു പ്ലേ വന്നു കേട്ടോ, പൊട്ടാറായി ഇരിക്കുകയാണ് സംഭവം. അപ്പോൾ അതുകൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. ഓക്കെ, ഹാൻഡിൽ നല്ല വെൻ്റാണൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ ഹാൻഡിലിൻ്റെ വെൻ്റല്ല കേട്ടോ. ഇവിടെ ഈ അപ്പർ പ്ലേറ്റില്ല, അപ്പർ പ്ലേറ്റിൽ മുമ്പേ ഹോൾ ഇട്ടിരുന്ന അതിൻ്റെ ഒരു ബെൻഡാണ് കേട്ടോ. പക്ഷേ ഓടിക്കാൻ നേരത്തെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറുതായിട്ട് കേട്ടോ. എങ്കിലും ഇതിപ്പോൾ വളയ്ക്കാനൊക്കെ മറ്റേനെക്കാട്ടി കുറച്ചുകൂടി കംഫർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ ഹാൻഡിൽ റൈസ് ആയി കാണാൻ പറ്റുന്ന 2 ബുള്ളറ്റിൻ്റെ വെയിറ്റാണ് കേട്ടോ ഇട്ടേക്കുന്നത്. നോർമൽ ഡൊമിനാൻ്റെ ഹോൾഡറും കാര്യങ്ങളും നല്ല നോർമൽ ഹോൾഡറും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാണ്. അതിൻ്റെ ആവശ്യമൊക്കെ ഉള്ള കേട്ടോ. ഞങ്ങൾക്ക് ഈ ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ മറ്റേത് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ല. ഞാൻ പറഞ്ഞില്ലേ, ഡൊമിനാൻ്റെ വന്നിട്ട് ഹാൻഡിലിനാണ് കേട്ടോ റേറ്റ് കൊടുത്തത്. ഹോൾഡറിന് 300-400 എത്രയാണ്ടേ വരുന്നുള്ളൂ. ഹാൻഡിലിന് ബസ് വരുന്നല്ല. ഇപ്പോൾ കളക്ട് ചെയ്യാനാണ്. അപ്പോൾ അതാണ് കേട്ടോ. ഇപ്പം ലുക്ക് വൈസ് നോക്കുകയാണെങ്കിൽ മറ്റേനെക്കാട്ടി കുറച്ചുകൂടി എന്തോ ഫ്രണ്ടിൽ നിന്ന് എന്തോ ഒരു വലിയൊരു ഭാരം എടുത്ത് മാറ്റിയാണ് കേട്ടോ. ഈ ഒരു ഹാൻഡിൽ ഈ ഒരു ബാർ വരുന്നതുകൊണ്ട് കുറച്ച് ഇതായിരുന്നു. ഇതിപ്പം കുറച്ച് സിമ്പിളായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ചെയിനിൽ ലൂബ് കുറവാണ് കേട്ടോ. അപ്പോൾ ഒരു ലൂബ് കൂടെ മേടിക്കണം. അതെന്തായാലും ഇനിയിപ്പോൾ നാളെ തൊട്ട് ഇതെല്ലാം കൂടെ മാറി ഒരു ഫണ്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ എനിക്ക് മൊത്തം ചിലവായിട്ടുള്ള റേറ്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ഈ വെയിറ്റിന് മൊത്തം 400 രൂപ ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ, വെയിറ്റ് മാത്രം. പിന്നെ ലെയ്ത്തിലെ പണിക്കൂലി എന്ന് പറയുമ്പോൾ 250 രൂപ ആയിട്ടുണ്ട്. ഈ 4 ബുഷും അതുപോലെ തന്നെ ഒരു ബോൾട്ട് കൂടെ ഗ്രൈൻഡ് ചെയ്തതിന് 250 രൂപ ആയിട്ടുണ്ട്. പിന്നെ വരുന്ന ഹാൻഡിലിൻ്റെ പൈസയാണ്. ഹാൻഡിലിന് 200 സംതിങ് ആണ് കേട്ടോ. 300 രൂപയ്ക്കകത്ത് എന്തായാലും ഒരു 300 രൂപ കൂട്ടും. പിന്നെ വേറെ എന്തുവാ, പിന്നെ എല്ലാ പണിക്കൂലി എല്ലാം കൂടെയൊക്കെ പണിക്കൂലി ആയത് ബെയറിങ് മാറി ഹാൻഡിലെടുത്ത് ബെയറിങ്ങും ഹാൻഡിലും പിന്നെ പണിക്കൂലിയും കൂടെ ചേർത്ത് 580 രൂപ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കൂടെ കണക്കൂട്ടി നോക്കിയാൽ മതി. ഇത്രയും രൂപ ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം എനിക്ക് ഈ 2 വെയിറ്റൊക്കെ ഇട്ടുകൊണ്ടാണ് ഇത്രയും ചിലവ് വന്നത്. നോർമലി ഇപ്പം ഒരു ഹാൻഡിൽ വെയിറ്റിൻ്റെ ആവശ്യമൊക്കെ ഉള്ളൂ കേട്ടോ. നോർമലി എല്ലാവരും ഒരു ഹാൻഡിൽ വെയിറ്റാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഈ ഒരു ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് ഇത്രയും ഒരു കംഫർട്ടിൽ നിന്ന് കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് കണക്ക് തോന്നും. അതുകൊണ്ടിട്ടാണ് അങ്ങനെ സെറ്റ് ചെയ്താൽ അപ്പോൾ നമ്മളെ ഹാൻഡിലൊക്കെ സെറ്റ് ചെയ്ത് നമ്മളെ ചെറുക്കൻ്റെ സെറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇഷ്ടം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയി വീണ്ടും കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.